ഹായ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ബുധനാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ കുട്ടികൾക്ക് ക്ലാസ്സൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാനൊരു 6:30 ആയിട്ടാണ് ഇന്ന് എണീറ്റത്. അപ്പോൾ ഞാൻ എണീറ്റു, അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചു, ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഞാൻ അടുപ്പിലാണ് ചോറ് വയ്ക്കണത്. പിന്നെ വെള്ളയപ്പത്തിന് മാവ് ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് ഇളക്കി വെച്ചതിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ നോക്കുകയാണ് കേട്ടോ. എൻ്റെ എന്നത്തെയും എനർജി ഡ്രിങ്കാണ് ചായ. ഞാൻ രാവിലെ 2 ഗ്ലാസ് സ്ട്രോങ് ചായ കുടിക്കും കേട്ടോ. ചായ ആരോഗ്യത്തിന് അത്ര നല്ലതൊന്നും അല്ല എന്നൊക്കെ അറിയാം. പക്ഷെ എന്നാലും നമ്മൾ ചില ശീലങ്ങളൊക്കെ ശീലിച്ചാൽ പിന്നെ നമുക്കതില്ലാണ്ട് പറ്റില്ലല്ലോ അല്ലേ. അതിലൊരു ശീലമാണ് എൻ്റെ ചായ എന്നുള്ളത് കേട്ടോ. പിന്നെ വെള്ളയപ്പത്തിന് തേങ്ങാ ചട്നിയും ഉള്ളി ചമ്മന്തിയും തന്നെയാണ്. കാരണം ദോശയ്ക്ക് ഞങ്ങൾ അത് തന്നെയാണ്, വെള്ളയപ്പത്തിനും അത് തന്നെയാണ് ഉണ്ടാക്കാറ്. എനിക്ക് കടലക്കറി, ചെറുപയർ കറി അങ്ങനത്തെ കറികളൊക്കെയാണ് കേട്ടോ ഇഷ്ടം. പക്ഷെ ഇവിടെ ഏട്ടനൊന്നും അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചട്നി തന്നെ അരയ്ക്കും കേട്ടോ. ഇത് ബുധനാഴ്ച എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. പക്ഷെ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത് വ്യാഴാഴ്ച ആയിരിക്കും. അപ്പോൾ നമ്മുടെ വോട്ട് ദിവസമായിരിക്കും കേട്ടോ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ വേറെ വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ മാരിയമ്മ പൂജ തുടങ്ങുകയായി കേട്ടോ. അപ്പം ഞങ്ങളിവിടെ അടുത്തുള്ള എല്ലാവരും കൂടിയിട്ട് ഒരു തിരുവാതിര സെറ്റ് ചെയ്തിട്ട് കളിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷത്തല്ല അതിന് മുന്നത്തെ വർഷം ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല അഭിപ്രായമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം എന്തൊക്കെയോ കാരണങ്ങളാൽ ബുദ്ധിമുട്ട് നമുക്ക് കളിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഞങ്ങളെല്ലാവരും വീണ്ടും ഒത്തുകൂടിയിട്ട് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം 5 to 7 മണിക്കുള്ളിലൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. വൈകുന്നേരത്തെ ഒരു പണിയും നടക്കാത്തതുകൊണ്ട് രാവിലെ തന്നെ എല്ലാ പണികളും ഞാൻ കഴിച്ചു വയ്ക്കും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ അത് കൊത്തവരയ്ക്കും ക്യാരറ്റും കൂടി ഉപ്പേരി, പിന്നെ സാമ്പാറും ആണ് കേട്ടോ ഇന്നത്തെ ഉച്ചവിഭവങ്ങൾ. പിന്നെ രാവിലെ വെള്ളയപ്പം, ചട്നി, ചമ്മന്തിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ അടുത്ത വീട്ടിൽ പോയി കുറച്ച് മാങ്ങ പൊട്ടിച്ചിട്ട് വന്നു കേട്ടോ. നല്ല മൂവാണ്ടൻ മാങ്ങയാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ മാവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ചേച്ചിയുടെ അവിടെ നിന്ന് മാങ്ങയൊക്കെ പൊട്ടിച്ച് വന്നു. അപ്പോൾ നല്ല ചൂടല്ലേ, ചൂട് സമയമായതുകൊണ്ട് തന്നെ തണുത്ത് എന്തെങ്കിലുമൊക്കെ കുടിക്കാനുള്ളൊരു ത്വര നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ പച്ചമാങ്ങ കിട്ടിയപ്പോൾ എന്നാൽ പച്ചമാങ്ങ ജ്യൂസ് അടിച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ 2 മാങ്ങ എടുത്തിട്ട്, ഏട്ടൻ കുടിക്കില്ല കേട്ടോ. അപ്പം ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടി 2 മാങ്ങയാണ് കേട്ടോ എടുത്തത്. ഒന്ന് ഇത്തിരി ചെനച്ച പോലെ ആയിട്ടുണ്ട്. ചെനച്ചാലാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മാങ്ങ തോലൊക്കെ ചെത്തി ചെറുതായി നുറുക്കി നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, ഒരുപാട് വലിയ കഷ്ണം ആവരുത്. അങ്ങനായിക്കഴിഞ്ഞാൽ വല്ലാണ്ട് ഇഞ്ചിയുടെ കുത്തൽ വരും കേട്ടോ. ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഐസ് വാട്ടറിൽ അടിക്കുകയാണെങ്കിൽ അങ്ങനെ അടിക്കാം, അല്ലെങ്കിൽ അടിച്ചതിന് ശേഷം നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കുടിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ തണുത്ത വെള്ളത്തിലാണ് അടിക്കണത്. പിന്നെ അതിന് ആവശ്യമായ പഞ്ചസാര, അത്യാവശ്യം പഞ്ചസാര വേണം കേട്ടോ. കാരണം മാങ്ങ ആയതുകൊണ്ട് തന്നെ പുളി മുന്നിട്ട് നിൽക്കുമല്ലോ. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പ്, നമ്മളതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി നമ്മളതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഐസ് ക്യൂബൊക്കെ ഇട്ടാൽ തണുപ്പ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയൊക്കെ ഇട്ട് കുടിക്കുക കേട്ടോ. ഞാൻ അത്യാവശ്യം നല്ല തണുപ്പ് കുടിക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ടാണ് കുടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അരച്ചെടുക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനത് അരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങളെപ്പോലെയുള്ള ഉള്ളവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.